ഹലോ എവ്രി വൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ എടുക്കുന്നത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്ന പോസ്റ്റിലേക്ക് വേണ്ടി PSC നടത്തുന്ന എക്സാമിന്റെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിലെ മൊഡ്യൂൾ 1 സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ജാൻ ടെല്ലർ എഫക്ട് എന്ന് പറയുന്ന ഈ രണ്ട് കുഞ്ഞു ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറയുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ഓൾസോ നോൺ ആസ് കോർഡിനേഷൻ കോംപ്ലക്സസ്. കേട്ടുല്ലോ. കൺസിസ്റ്റ് ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ് കോർഡിനേറ്റഡ് ടു എ സെൻട്രൽ ട്രാൻസിഷൻ മെറ്റൽ ആറ്റം ഓർ അയോൺ. എന്തുകൊണ്ടാണ് അപ്പൊ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എന്ന് കോർഡിനേഷൻ കോംപ്ലക്സുകളെ പറയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായി കാണും. കാരണം അതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് മിക്കവാറും എന്ത് തന്നെയായിരിക്കും? ട്രാൻസിഷൻ മെറ്റൽസ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു പേര് അതിനകത്ത് വരുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് അറിയുന്ന എക്സാമ്പിൾ തന്നെയാണ് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ ക്ലോറോഫിൽ ഇൻ ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ വൈറ്റമിൻ B12, അല്ലെ? വൈറ്റമിൻ B12 സൈനോകൊബാലുമിൻ എന്നാണ് വൈറ്റമിൻ B12ന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് കൊബാൾട്ട് ആണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം, വിച്ച് ഇസ് എ ട്രാൻസിഷൻ മെറ്റൽ എലമെന്റ്. ഓക്കെ, ഹീമോഗ്ലോബിനിൽ അയൺ ആണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം അയൺ ആണെന്നറിയാം, അല്ലെ? പിന്നെ ക്ലോറോഫിൽ ഏതാ? മഗ്നീഷ്യം ആണ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, the ions or molecules that bind to the central metal atom or ion to form these complexes are called ligands. അപ്പൊ എന്താണ് ലിഗാൻസ് എന്നുള്ളത് അറിയാലോ? ഒന്നുമില്ല, അതായത് ഈ പറയണ സെൻട്രൽ മെറ്റൽ ആറ്റം അതിനെ M വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ M എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഞാൻ L വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഇനി എത്ര ലിഗാൻസ് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് എന്ന നമ്പറിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കോർഡിനേഷൻ നമ്പർ. ഓക്കെ, ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ക്യാൻ ഹാവ് ഡിഫറെന്റ് ഷേപ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോർഡിനേഷൻ നമ്പർ. സോ ഈ എത്ര ലിഗാൻസ് നമ്മുടെ മെറ്റലുമായിട്ട് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഷേപ്സ് കൊടുക്കാനായിട്ട് അവിടെ സാധിക്കും. ഓക്കെ, സോ വാലൻസ് ബോണ്ട് തിയറി ഒക്കെ അനുസരിച്ച് നമ്മൾ ഓൾറെഡി തിയറീസ് പഠിച്ചതായിരിക്കും. സോ വാലൻസ് ബോണ്ട് തിയറി എല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഷേപ്സ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. The shapes are common for transition metal complexes formed using monodendate ligands. അപ്പൊ ഡെൻഡിസിറ്റി എന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡെൻഡിസിറ്റി, മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് എന്നെല്ലാം പറയുന്ന ഡെൻഡിസിറ്റി ലിഗാൻസിന് അവിടെ ഉണ്ട്. അതായത് ഒരു ബോണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഫോർമേഷൻ ആണ്. ഹലോ, എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, മ്യൂട്ട് ആക്കൂട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്ന ഇതായിരുന്നു. ഈ പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് സെൻട്രൽ മെറ്റലുമായിട്ട് അവിടെ ഉണ്ടാവുന്ന അയോൺ അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഫോർമേഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോണോഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ മോണോഡെൻഡേറ്റ് ലിഗാൻസ് ഫോം ചെയ്യുന്ന ഷേപ്പുകൾ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ, സ്ക്വയർ പ്ലാനർ, ഒക്ടാഹെഡ്രൽ, ഇത് മൂന്നെണ്ണാണ് മിക്കവാറും ഫോം ചെയ്യുക. അതുപോലെ 6 കോർഡിനേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് അയോൺസ് ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്യും? 6 ലിഗാൻസ് അവിടെ ഫോം ചെയ്യും. അവിടെ ഉണ്ടാവുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ്, അത് ശ്രദ്ധിക്കണം. 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് രീതിയിലുള്ള ഷേപ്പ് ആണ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ്. ഒന്നെന്ന് പറയുന്നത് ടെട്രാഹെഡ്രലും, രണ്ടാമതെന്ന് പറയുന്നത് സ്ക്വയർ പ്ലെയിനാറും ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഒന്നാമത് ടെട്രാഹെഡ്രലും, രണ്ടാമത് സ്ക്വയർ പ്ലെയിനാറും. അല്ലാതെ നമ്മൾ സാധാരണ കേസുകളിൽ നമ്മൾ ടെട്രാഹെഡ്രൽ ആണ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആ സമയത്ത് എല്ലാം പഠിച്ചിട്ടുള്ളത്. പക്ഷെ കോർഡിനേഷന്റെ കേസിൽ രണ്ട് കേസസ് ആണ് ഇവിടെ വരുന്നത്. ടെട്രാഹെഡ്രലും വരുന്നുണ്ട്, സ്ക്വയർ പ്ലെയിനാറും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ബോണ്ട് ആംഗിൾ ആണ്. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ നമ്മൾക്കറിയാം അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രീസ് ആണ്. അതുപോലെ സ്ക്വയർ പ്ലാനർ ആകുമ്പോൾ അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ടെട്രാഹെഡ്രൽ ആണ് ആദ്യത്തെ
ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ എ എന്ന് പറയുന്ന എക്സാമ്പിൾ ടെട്രാഹെഡ്രൽ ആണ്, ബി എന്ന് പറയുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്, സി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ 6 ആണെന്ന് അറിയാമല്ലോ. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് സ്റ്റീരിയോ ഐസോമറിസം എന്നറിയാലോ. സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് എന്നുള്ളൊരു അർത്ഥമാണ്, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിനർത്ഥം ലിഗാൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പൊ ലിഗാൻസ് സ്പേസിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു എന്നതിനെ കാണിക്കുന്നതാണ് ഈ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി വായിക്കാം. സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ ദോസ് വിച്ച് ഹാവ് സെയിം ലിഗാൻഡ്സ് കോർഡിനേറ്റഡ് ടു ദ സെയിം മെറ്റൽ ആറ്റം ബട്ട് ഹാവ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ഓഫ് ലിഗാൻഡ്സ് ഇൻ സ്പേസ്. സ്പേസിൽ എന്തുണ്ടെന്നാ പറയണത്? ലിഗാൻഡ്സിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമർ എന്താണെന്ന് അറിയാലോ, ഐസോമറിസം എന്താണെന്നുള്ളത് അറിയാലോ. സോ അത് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ സ്പേസിലുള്ള അറേഞ്ച്മെന്റ്സിന്റെ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്പേസ് ഐസോമേഴ്സ് എന്നും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കൂ, സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, രണ്ടാമതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ വരുന്നതാണ് സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമാണ് സിസ് എന്താ ട്രാൻസ് എന്താ എന്നുള്ളത്. ഇനി ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മിറർ ഇമേജ് ഐസോമറിസം എന്നുകൂടെ പറയാനായിട്ട് സാധിക്കും. മിറർ ഇമേജ് എന്താണെന്നുള്ളത് അറിയാലോ, കൈറാലിറ്റി, പ്ലെയിൻ ഓഫ് സിമെട്രി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം. ഞാൻ വരുന്ന ടോപ്പിക്കുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, a large majority of the complex compounds known so far are 4 coordinate and 6 coordinate. അപ്പൊ അതിന്റെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏകദേശം എല്ലാ കോംപ്ലക്സ് കോമ്പൗണ്ടുകളും, മിക്കവാറും ഉള്ള കോംപ്ലക്സ് കോമ്പൗണ്ടുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 കോർഡിനേറ്റ് അല്ലെങ്കിൽ 6 കോർഡിനേറ്റ് ആണ്. 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒക്ടാഹെഡ്രൽ ആണെന്നുള്ളത്. 4 കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെട്രാഹെഡ്രൽ ആവാം, സ്ക്വയർ പ്ലെയിനാർ ആവാം. അതായത് ഈ 3 സ്ട്രക്ചറിലായിരിക്കും മിക്കവാറും ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, സ്റ്റീരിയോകെമിസ്ട്രി ഇൻ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്മൾ പറഞ്ഞു 2 രീതിയിലുണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, ഒന്ന് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്, ശ്രദ്ധിക്കണം. ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം കേട്ടോ. ടെട്രാഹെഡ്രൽ, ഓക്കെ, ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ടെട്രാഹെഡ്രൽ ആണ്, ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട് ടെട്രാഹെഡ്രൽ ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. എന്തേ കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ് കാണിക്കുക. ഓക്കെ, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് മാത്രമേ കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം മാത്രമേ കാണിക്കുകയുള്ളൂ. അതേസമയം ഒരു സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ, അവര് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുകയും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുകയില്ല. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, ടെട്രാഹെഡ്രൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കുകയുള്ളൂ? ഒപ്റ്റിക്കൽ കാണിക്കുകയുള്ളൂ. അതേസമയം സ്ക്വയർ പ്ലെയിനാർ ആണെങ്കിൽ അവരെന്തേ കാണിക്കുകയുള്ളൂ? ജോമെട്രിക്കല് കാണിക്കുകയുള്ളൂ. ഇത് രണ്ടും ശ്രദ്ധിക്കുക. അതേസമയം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ ഷഹന? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന് ഒപ്റ്റിക്കൽ ഐസോമറിസം മാത്രമാണ് കാണിക്കാൻ സാധിക്കുക. അതുപോലെ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിന് ജോമെട്രിക്കൽ ഐസോമറിസം മാത്രമാണ് കാണിക്കാനായിട്ട് സാധിക്കുക. പക്ഷെ ഇതുപോലെ ഒക്ടാഹെഡ്രലിന്റെ കേസ് വരുന്ന സമയത്ത് ജോമെട്രിക്കലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസവും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ച് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് പോകാം. നോക്കൂ, ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് കാണിക്കുന്നുണ്ട് അല്ലെ. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ആരാ? സ്ക്വയർ പ്ലെയിനാറാ അല്ലേ? നമ്മളിപ്പോ അങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ താഴെ സ്ക്വയർ പ്ലെയിനാർ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് സിസ്പ്ലാറ്റിൻ ആണത്. ഞാൻ പറഞ്ഞു തരാം എന്താന്നുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ആരാന്നാ പറഞ്ഞേ? ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ ഇത് ടെട്രാഹെഡ്രൽ കണ്ടുവോ? അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിക്കൽ കാർബോണിലാണ്, നിക്കൽ ടെട്രാ കാർബോണില്. ഇനി താഴെ രണ്ടവിടെയും ഒക്ടാഹെഡ്രൽ എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താ ഞാനിപ്പോ പറഞ്ഞേ?
ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോമെട്രിക്കലും കാണിക്കാറുണ്ട്, ഒപ്റ്റിക്കലും കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ രണ്ടിന്റെ അവിടെയും എന്ത് ഒക്ടാഹെഡ്രൽ എന്ന് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഓരോന്നിനെയും കുറിച്ച് പഠിക്കാം. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗാൻസ് ഉണ്ടല്ലോ, ഈ ലിഗാൻസിന്റെ 2 ഐഡന്റിക്കൽ ലിഗാൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. 2 ഐഡന്റിക്കൽ ലിഗാൻസ്, സെയിം ലിഗാൻസിന്റെ കേസാണ് പറയുന്നത്. അവരുടെ എന്ത് നോക്കണം, ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. മെറ്റൽ കോംപ്ലക്സസ് ദാറ്റ് ഡിഫർ ഓൺലി ഇൻ വിച്ച് ലിഗാൻസ് ആർ അഡ്ജസന്റ് ടു വൺ അനദർ. ഓക്കെ, അതായത് അടുത്ത് നിൽക്കുന്ന ലിഗാൻസിന്റെ കാര്യം മാത്രം നമ്മൾ നോക്കുക. അല്ല വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലിഗാൻസിന്റെ കാര്യം മാത്രം നോക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയുന്നത്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നു. ഇനി എന്താണ് സിസ്, എന്താണ് ട്രാൻസ് എന്നുള്ളത് പറഞ്ഞു തരണ്ടല്ലോ, അറിയുന്ന കാര്യമല്ലേ. അതായത് സെയിം സൈഡിലുള്ളതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇതിപ്പോ മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ സെയിം സൈഡിൽ എ എ ഇങ്ങനെ കൊടുക്കാം, എ എ. ഓക്കെ, ബി ബി. സെയിം സൈഡിൽ സെയിം ലിഗാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിസ് എന്നും, അതേസമയം ഓപ്പോസിറ്റില് സെയിം ലിഗാൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ് എന്നും വിളിക്കും. ഓക്കെ, they are most important for square planar and octahedral complexes. ഓക്കെ, അതായത് സ്ക്വയർ പ്ലാനാർ അതുപോലെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിലാണ് ഇവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ ദ സിസ് ഐസോമർ ദേ ആർ നെക്സ്റ്റ് ടു ഈച്ച് അതർ. സിസിന്റെ കേസിൽ അവർ അടുത്തടുത്തായിരിക്കും. അറ്റ് ഡിഗ്രി, എത്ര ഡിഗ്രിയിലാ, 90 ഡിഗ്രിയിലായിരിക്കും അവരെ കാണുന്നത്. അതേസമയം ട്രാൻസ് ഐസോമർ ആണെങ്കിൽ അവർ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും ബോണ്ട് ആംഗിൾ, 180. ഓക്കെ, 180 ഡിഗ്രിയാണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി ഇവരുടെ ഇന്റർ കൺവേർഷൻ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതായത് സിസിനെ ട്രാൻസ് ആക്കുക, അതുപോലെ ട്രാൻസിനെ സിസ് ആക്കുക എന്ന് പറയുന്നത് നടക്കുന്നത് പറ്റുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സിലായിരിക്കും സ്പേസിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. കണ്ടോ, 90 ഡിഗ്രി എന്ന് കാണിക്കുന്നത് കണ്ടോ. ബി ബി എന്ന് പറയുന്നത് സെയിം ലിഗാൻഡ് ആണ്. സോ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെയായിരിക്കും ഫുള്ള് സ്ക്വയർ പ്ലാനാർ അല്ലേ, അപ്പൊ മൊത്തത്തിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ട്രാൻസ് ഐസോമറിന്റെ കേസ് വരുന്ന സമയത്ത് അവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ ഹെൽഡ് ചെയ്ത് നിൽക്കുന്നത്, ബി ബി കണ്ടോ. അപ്പൊ അവരുടെ ആംഗിൾ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പൊ അതിപ്പോ എങ്ങനെയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. One of the most well-known example of cis and trans isomer of square planar transition metal complex are cisplatin. cisplatin കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ പറയുന്ന cisplatin എന്ന് പറയുന്നത്. കാരണം അത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. നോക്കൂ, PT NH3 ട്വൈസ് Cl ട്വൈസ്, ഇതാണ് പ്ലാറ്റിൻ. ഓക്കെ, അതായത് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇയാൾക്ക് എന്താ ഉള്ളത്, സ്ക്വയർ പ്ലേനാർ ആണ് ഉള്ളത്, ഓർത്ത് വെക്കുക. ഇയാൾക്ക് എന്തായിരിക്കും, സ്ക്വയർ പ്ലേനാർ ആണ് ഉള്ളത്, ഓർത്ത് വെക്കുക. ഇനി സിസ്പ്ലാറ്റിൻ ഉണ്ട്, ട്രാൻസ്പ്ലാറ്റിൻ ഉണ്ട്. അപ്പൊ നമ്മളിത് വരയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, PT ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെ. ഇതിപ്പോ NH3 എന്ന് പറയുന്നത് സെയിം സൈഡ് വന്നു കഴിഞ്ഞാല്, ഇതിൽ നമുക്ക് ഇവിടെ ഉണ്ട്, ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് NH3 എന്ന് പറയുന്നത് എന്ത് ചെയ്തു, സെയിം സൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായിരിക്കും, സിസ് ആണ്, സിസ് ഐസോമർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സിസ്പ്ലാറ്റിൻ എന്ന് വിളിക്കാം. സിസ്പ്ലാറ്റിൻ കേട്ടോ, സിസ്പ്ലാറ്റിൻ. ഇനി അതേസമയം ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാം. NH3 Cl Cl. സോ ഇതെന്താ, ഇത് ട്രാൻസ്പ്ലാറ്റിൻ ആണ്, ട്രാൻസ്പ്ലാറ്റിൻ. ഓക്കെ, സോ ഇതിനകത്ത് ഈ സിസ്പ്ലാറ്റിൻ ആണ് എന്താണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. എന്താണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം. സിസ്പ്ലാറ്റിൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അത് അത്യാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നോക്കൂ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. സിസ്പ്ലാറ്റിൻ ഉണ്ട്, ട്രാൻസ്പ്ലാറ്റിൻ ഉണ്ട്. ഇനി ഇവരുടെ ഷേപ്പ് എന്തായിരുന്നു, സ്ക്വയർ പ്ലേനാർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഇനി വിചാരിക്കും ഇവിടെ ലിഗാൻസ് 4 എണ്ണം ഉള്ളത് അല്ലെ, 4 ലിഗാൻസ് ആണ് അവിടെ ഉള്ളത്, കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പൊ നമ്മൾക്ക് ഡൗട്ട് വരും, ഇനിയിപ്പോ ടെട്രാഹെഡ്രൽ ആണോ എന്നുള്ളത് ഡൗട്ട് വരും. അപ്പൊ ഡൗട്ട് വരാണ്ടിരിക്കാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാറ്റിനം ഉണ്ടല്ലോ, പ്ലാറ്റിനം അതുപോലെ പലേഡിയം എന്ന ആൾക്കാർ, ഈ 2 ആൾക്കാര് സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, സ്ക്വയർ പ്ലേനാർ ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പ്ലാറ്റിനം പലേഡിയം എന്ന് പറയുന്ന ആൾക്കാർ സെൻട്രൽ മെറ്റൽ ആറ്റമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലേനാർ ആണ്. അപ്പൊ അതൊന്നും മൈൻഡിൽ വെക്കുക കേട്ടോ.
സിസ്പ്ലാറ്റിന്റെ ഷേപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, നേരെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, അത്രയേ ഉള്ളൂ. നോക്കൂ, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. അതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. ഓക്കെ, അതായത് ഈ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഉണ്ടല്ലോ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്, അതിനകത്ത് വരുന്ന ട്യൂമറുകൾ, അതായത് ക്യാൻസർ ഉണ്ടല്ലോ, അതിനെ ക്യൂർ ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് നമ്മുടെ സിസ്പ്ലാറ്റിന്. അതായത് ആഫ്റ്റർ ദ 20s, ചെറു പ്രായത്തിൽ തന്നെ എന്ത് വരും, ഈ പറയുന്ന ക്യാൻസർ സെൽസ് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൽ വന്നു. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് സ്പ്രെഡ് ആവുകയാണ് ബാക്കിയുള്ള പാർട്ടിലേക്ക്. അത് എന്ത് ചെയ്യുകയാണ്, ക്യാൻസർ സെൽസ് സ്പ്രെഡ് ആവുകയാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് 1991. ഓക്കെ, നമ്മള് ലാൻസ് ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അവിടെ എന്ത് വന്നിട്ടുണ്ട്, ടെസ്റ്റിക്കുലാർ ക്യാൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ. സോ 50% സർവൈവൽ ആണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിക്സ്പ്ലാറ്റിൻ യൂസ് ചെയ്ത് ആ ടോട്ടൽ അസുഖം ക്യൂർ ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, ടോട്ടൽ മാറി എന്നാ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ട് സിസ്പ്ലാറ്റിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, അത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതോ ഒരു എക്സാമിൽ ഇങ്ങനെ സിസ്പ്ലാറ്റിന്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ആന്റി ക്യാൻസറൽ ഡ്രഗ് ആണത് കേട്ടോ. ഓക്കെ, പക്ഷേ നമ്മളിപ്പോ ട്രാൻസിന്റെ കേസ് പറഞ്ഞു. ട്രാൻസ് ഐസോമറിന് എന്താണ്, അത് ഇനാക്റ്റീവ് ആണ്. അതിന് വലിയ വാല്യൂ അവിടെ ഇല്ല, ഇമ്പോർട്ടൻസ് ഇല്ല. സിസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് 4 അതുപോലെ 6 കോർഡിനേറ്റഡ് ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നോക്കൂ, 2 and 3 കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കേസ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. ഓക്കെ, കാരണം അവര് എന്ത് ഷോ ചെയ്യുന്നില്ല, സ്റ്റീരിയോ കെമിസ്ട്രിയും അവർ എന്ത് ചെയ്യുന്നില്ല, ഷോ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2, 3 എന്നൊക്കെ പറയുമ്പോഴത്തേനും അവരെന്തായിരിക്കും, ഈക്വലി പ്ലേസ്ഡ് ആയിരിക്കും. അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിഗാൻസ് ആൻഡ് മെറ്റൽസ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് പറയാനായിട്ട് അവിടെ ഒന്നും ഇല്ല കേട്ടോ. ആൻഡ് ഓൾസോ അത് റെയർ ആണ് അങ്ങനത്തെ കോംപ്ലക്സുകൾ. On 4 coordinate structures, it can be concluded that square planar geometry exhibit geometrical isomerism and tetrahedral gives only optical isomerism. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, ടെട്രാഹെഡ്രൽ ഏതേ കാണിക്കുള്ളൂ, ഒപ്റ്റിക്കലേ കാണിക്കുള്ളൂ. ഓക്കെ, ടെട്രാഹെഡ്രൽ ഒപ്റ്റിക്കലേ കാണിക്കുള്ളൂ. സ്ക്വയർ പ്ലേനാർ ആണെങ്കിൽ അത് ജോമെട്രിക്കൽ കാണിക്കും. ഓക്കെ, സ്ക്വയർ പ്ലേനാർ എന്താ കാണിക്കുക, ജോമെട്രിക്കലും, ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഒപ്റ്റിക്കലും ആണ് കാണിക്കുക. ആ പോയിന്റ് ആണ് ഈ പറഞ്ഞത്. ഇനി 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ദ മോസ്റ്റ് പ്രോബബിൾ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. അത് നമുക്കറിയാലോ. ഒരു 6 ആണ് അതിന്റെ ലിഗാൻഡ്, 6 ലിഗാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും, അല്ലെ? അതിലെങ്ങനെ ഈ ഒക്ടാഹെഡ്രലിന്റെ കേസ് വരുന്നത് വെച്ച് കഴിഞ്ഞാല് 4 ലിഗാൻഡ് സ്ക്വയർ പ്ലെയിനാർ ആയിട്ടും 2 ലിഗാൻഡ് നോഡൽ പ്ലെയിനിലുമാണ് അത് ഉണ്ടാവുക കൂടുതലും. ഇങ്ങനൊരു ഷേപ്പ്, 4 ലിഗാൻഡ് സ്ക്വയർ പ്ലെയിനാറിലും ബാക്കി 2 നോഡൽ പ്ലെയിനിലും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണല്ലോ ഒക്ടാഹെഡ്രൽ നമ്മൾ വരയ്ക്കുന്നത്, അല്ലെ? ഇങ്ങനെയാണ് ഉണ്ടാവുക. Therefore, it is both in part planar and spatial. Hence, geometrical and optical isomerism do exist in this structure. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ നമുക്ക് എന്ത് രണ്ടും ഷോ ചെയ്യുന്നുണ്ട്, ജോമെട്രിക്കലും ഷോ ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമെറിസവും ഷോ ചെയ്യുന്നുണ്ട്. Geometrical isomerism are only possible for square planar and octahedral complexes but not tetrahedral. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. അതൊന്ന് നോക്കുക. നെക്സ്റ്റ്, geometrical isomerism in 4 coordinate square planar geometry having monodendate ligands. അതായത് മോണോഡെൻഡേറ്റ് ലിഗാൻസിന്റെ കേസിൽ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ഉള്ള 4 കോർഡിനേറ്റ് കോംപ്ലക്സുകളുടെ ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് പറയാൻ പോകുന്നത്. അതിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ഐസോമേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഓക്കെ, ഐസോമേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നതിന് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ്, രണ്ടെന്ന് പറയുന്നത് ലിഗാൻഡ്. രണ്ടാമത്തത് ഏതാ, ലിഗാൻഡ്. അത് എത്ര ലിഗാൻഡ്, ഏത് ലിഗാൻഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഷേപ്പ്. അപ്പൊ ഇതിന് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഇനി പറയുന്ന ഈ ഐസോമറിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. കുറെ ടൈപ്പ് എന്തുണ്ട്, ഫോർമേഷൻ ഉണ്ട്. ഇതിപ്പോ നമ്മൾ പറയുന്നത് സ്ക്വയർ പ്ലെയിനാറിന്റെ കേസിലാണ് നമ്മളിപ്പോ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം ഇതിലുള്ളത് നോക്കാം, അതിനുശേഷം ഞാൻ വേറെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിപ്പോ ആദ്യത്തെ MA അല്ലെ, MA2 ആണ് കേട്ടോ. അത് കോമ ഇല്ലാതെ 2 ആണ്. MA2BC എന്നുള്ള ഒരു കോമ്പൗണ്ട് ആണ് പറയുന്നത്.
അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, പലേഡിയത്തിന്റെ കേസിലാണ് PdCl2Br(I2-). നോക്കൂ, ഇവിടെ പലേഡിയം ആണ് എന്ത് സെൻട്രൽ മെറ്റൽ ആറ്റം. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു പ്ലാറ്റിനമോ പലേഡിയമോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ ആയിരിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കുക, അത് സ്ക്വയർ പ്ലാനാർ തന്നെ ആണ്. അപ്പൊ നമ്മളത് എങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ പ്ലാനാറിന്റെ കേസിൽ ഒപ്റ്റിക്കൽ ആണോ ജോമെട്രിക്കൽ ഐസോമറിസം ആണോ കാണിക്കുക സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ? പറയാമോ? ജോമെട്രിക്കൽ ആട്ടോ, ജോമെട്രിക്കൽ ആണ് കാണിക്കുന്നത്. സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ അത് എന്താ കാണിക്കുന്നത്? ജോമെട്രിക്കൽ ഐസോമറിസം ആണ് കാണിക്കുന്നത്. ജോമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാ വരുന്നത് അവിടെ? സിസും ട്രാൻസും ആ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കൂ, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് CL ഒരു സൈഡിൽ വരുന്നുണ്ട്, സെയിം സൈഡിൽ CL വരുന്നുണ്ട്. സോ ദാറ്റ് അത് സിസ് ആണ്. ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് അത് എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് Ma2B2 എന്ന് പറയുന്നത് കേട്ടോ. Ma2B2 എന്ന് പറയുന്ന എക്സാമ്പിൾ. സോ അതിന് എക്സാമ്പിൾ നമ്മുടെ സിസ്പ്ലാറ്റിൻ തന്നെയാണ്. സിസ്പ്ലാറ്റിൻ നമ്മൾ അപ്പോഴേ പറഞ്ഞത് തന്നെയാണ് സിസ്പ്ലാറ്റിൻ. അപ്പോഴത്തെ സിസും ട്രാൻസും അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം. മൂന്നാമത്തതാണ് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. MABCD എന്ന് പറയുന്നുണ്ട്. ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള 4 ലിഗാൻഡും എന്താണ്? ഡിഫറെന്റ് ആണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെയുള്ള 4 ലിഗാൻഡും അവിടെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ പറയാം. ആദ്യം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ MABCD ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ വരയ്ക്കാൻ നേരത്തെ നോക്കൂ, MABCD ഇങ്ങനെ ഒരു കോംപ്ലക്സ്. ഇനി ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെയും വരയ്ക്കാം. A എന്ന് പറയുന്ന ഗ്രൂപ്പ് ഞാൻ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെ ചെറിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ 3 രീതിയിൽ ഈ പറയുന്ന കോംപ്ലക്സിനെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ മാത്രം എന്താ കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. A എന്ന് പറയുന്ന ആൾക്കാരെ മാത്രം ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫാക്ടേഴ്സ് അല്ലെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഐസോമേഴ്സിന്റെ ഫാക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഷേപ്പ്, ഒന്ന് ലിഗാൻഡ് എന്നാണ് അല്ലെ. അതായത് നൈബർ ആൾക്കാര്, ഓക്കെ, നൈബർ ലിഗാൻഡ് ഉണ്ടല്ലോ, ഈ നൈബർ ലിഗാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ്, അതായത് എത്ര ഐസോമേഴ്സ് ഉണ്ട് എന്നത് കണക്കാക്കാനായിട്ട് ചോദിക്കുന്ന നേരത്ത് അവരുടെ നൈബർ, ഈ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നൈബേഴ്സിനെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ നമ്മൾ വരച്ചത് തന്നെ നോക്കിക്കോളൂ. ഇപ്പൊ A എന്ന് പറഞ്ഞ് എടുത്തു, മനസ്സിലായോ? A എന്ന് പറഞ്ഞ് ആദ്യത്തെ കേട്ടോ, ഫസ്റ്റ് വണ്ണില് നമുക്ക് ഈ ഫസ്റ്റ് വണ്ണില് A എന്ന് പറയുന്ന ആളിനെ ഞാൻ എടുത്തു. A എന്ന് പറഞ്ഞ ആളിനെ ഞാൻ എടുത്തപ്പോൾ അതിന്റെ നൈബേഴ്സ് ആരൊക്കെയാ? Bയും Cയും ആ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കേസിൽ നോക്കൂ, ആരാ അത് വരുന്നത്? Bയും Dയും ആണ് വരുന്നത്. അതേസമയം മൂന്നാമത്തെ കേസിൽ അത് Dയും Cയും ആണ് വരുന്നത്. ഏതെങ്കിലും ഐഡന്റിക്കൽ ആയിട്ടുണ്ടോ? ഇല്ല, ഐഡന്റിക്കൽ അല്ല. ഏത് കേസിലും അത് ഐഡന്റിക്കൽ അല്ല. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? 3 ഐസോമേഴ്സ് അവിടെ വന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, 4 ഡിഫറെന്റ് ലിഗാൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എന്തുണ്ട്? 3 ഐസോമേഴ്സ് അവിടെ പോസിബിൾ ആയിരിക്കും. 3 ഐസോമേഴ്സ് അവിടെ പോസിബിൾ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇനി നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിപ്പോ പുതുതായിട്ട് ഒരു ഐസോമർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യില്ലേ എന്നുള്ളത് നമുക്ക് ആലോചന വരാം അല്ലെ. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് അതുപോലെ ഒന്ന് നോക്കാം, വരച്ച് നോക്കാം, ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ M എന്ന് എഴുതി, ഈ ബ്ലൂ നോക്കുക കേട്ടോ. ഈ A ഞാൻ മാറ്റി, A ഇവിടെ എഴുതി, BCD ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കൂ. ഇപ്പൊ ഇതിൽ നമുക്ക് A തന്നെ എടുക്കാം. മനസ്സിലായില്ലേ? A തന്നെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നൈബേഴ്സ് ആരൊക്കെയാണ്? Bയും Dയും അല്ലേ വരുന്നത്. ഈ നൈബേഴ്സ് Bയും Dയും ആണ് വരുന്നത്. അതേ ആളല്ലേ ഈ പറയുന്ന രണ്ടാമത്തെ ആള്. നോക്കിയേ, നമ്മൾ ആദ്യം വരച്ചത് രണ്ടാമത്തത്, എന്റെ നൈബർ Bയും Dയും, അത് തന്നെയല്ലേ ഇത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പൊസിഷൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ചു വെച്ചു എന്നുള്ള രീതിക്ക് ആയി എന്നുള്ളതേ ഉള്ളൂ.
ഓക്കെ, സോ മനസ്സിലാക്കുക, 3 ഐസോമേഴ്സ് മാത്രമാണ് അവിടെ പോസിബിൾ. നമ്മളിപ്പോ എങ്ങനെയൊക്കെ മാറി വരച്ചു കഴിഞ്ഞാലും ഈ 3 ഐസോമേഴ്സിന്റെ ഇത് തന്നെയാ വരിക കേട്ടോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 4 ഡിഫറെന്റ് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 ഐസോമേഴ്സ് ആയിരിക്കും പോസിബിൾ ആയിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ. ഇനിയാണ് ഇതിന്റെ എക്സാമ്പിൾ വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞ 4 ഇത് പറഞ്ഞല്ലോ, അതിന് പകരം എന്ത് വന്നു, ഓരോ കോമ്പൗണ്ടുകൾ വന്നു, അത്രയേ ഉള്ളൂ. നോക്കൂ, NH3 വന്നു, പിരിഡിൻ വന്നു, അതുപോലെ Cl വന്നു, Br വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 അവിടെ പോസിബിൾ ആയിരിക്കും. 3 ഐസോമേഴ്സ് ഓഫ് ദിസ് കോംപ്ലക്സ് ആർ പോസിബിൾ. കണ്ടോ, 3 പോസിബിൾ ആണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസിൽ ഇവർ എന്താണ്, സ്ലൈറ്റ് ഡിഫറൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദീസ് ഐസോമേഴ്സ് എക്സിസ്റ്റ് ബിക്കോസ്, ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ സ്ലൈറ്റ് ആയിട്ട് മാത്രമാണ് അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. therefore അത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ദോസ് ഐസോമേഴ്സ്. ഇനി 4മത്തെയാണ് MaB3 അല്ലെങ്കിൽ Ma3b അങ്ങനെയുള്ള കോംപ്ലക്സുകൾ കേട്ടോ. ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ഷോ ചെയ്യുന്നില്ല, ജോമെട്രിക്കൽ ഐസോമേഴ്സ് അവിടെ ഷോ ചെയ്യുന്നില്ല. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ് ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമേഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് 4 ലിഗാൻസ് റൗണ്ട് ദ സെൻട്രൽ മെറ്റൽ ആറ്റം റിമെയിൻ ദ സെയിം. ഓക്കെ, സെയിം ആയതുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് അവിടെ ഫോം ചെയ്യുന്നില്ല എന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് MaB2 കോംപ്ലക്സ്. ഈ AB ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് ബൈഡെന്റേറ്റിനെ കാണിക്കുന്നതാണ് AB എന്ന് പറയുന്നത് കേട്ടോ. ബൈഡെന്റേറ്റ്, എത്തിലീൻ ഡയമീൻ പോലെയുള്ള ആൾക്കാർ. അപ്പൊ അവിടെ എന്തുണ്ട്, 2 ഡോണർ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നോക്കിക്കോ, MAA ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എഴുതാം നമുക്കതിനെ കേട്ടോ. അല്ല വെച്ച് കഴിഞ്ഞാൽ MAB ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് ബൈഡെന്റേറ്റിനെ കാണിക്കുന്നതാണെന്നാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള കോംപ്ലക്സുകളുടെ കേസിൽ എയും ബിയും 2 ഡിഫറെന്റ് ഡോണർ ആറ്റംസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് PTGLY അല്ലെ, ഗ്ലൈ ട്വൈസ്. ഗ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസിനാറ്റോ ലിഗാൻഡിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഗ്ലൈ എന്ന് പറയുന്നത് ഗ്ലൈസിനാറ്റോ ലിഗാൻഡ് ആണ്. ഓക്കെ, അതിൽ Nഉം Oയും എന്താണ്, ഡോണർ ആറ്റത്തിന് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, തരും കേട്ടോ. ഇനി അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലൈസിനാറ്റോ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടല്ലോ, PT NH2 CH2 COO മൈനസ്, അതേപോലെ ഇവിടെ NH2 CH2 COO മൈനസ്. ഓക്കെ, ഇത് ഒരെണ്ണം. ഇത് സിസ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം എന്താന്ന് പറയൂ, 2 NH2 അതുപോലെ COO മൈനസ് അയോണും എന്താണ്, സെയിം സൈഡിലാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിന്റെ തന്നെ നമുക്ക് എന്ത് വരാം, ട്രാൻസ് വരയ്ക്കാം. ട്രാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്ത് ഡിഫറൻസ് ഉണ്ടാവുക, ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇവിടെ COO മൈനസും ഇവിടെ NH2 ആവും. മനസ്സിലായോ? ഇവിടെ COO മൈനസും ഇവിടെ NH2 ആവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ട്രാൻസ് ആയിരിക്കും. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം, MAB ട്വൈസ് കോംപ്ലക്സുകളെ എന്ത് കാണിക്കുന്നു എന്ന് പറയാം, സിസ് ട്രാൻസ് ഐസോമർസ് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ജോമെട്രിക്കൽ ഐസോമർസ് അവിടെ കാണിക്കുന്നുണ്ട് എന്ന് പറയാം, അല്ലെ? ഓക്കെ, സിസും ട്രാൻസും കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ കേട്ടോ. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ആണ്. അപ്പൊ അതിന് മുന്നേ ഞാൻ സ്ക്വയർ പ്ലാനാറിന്റെ കുറച്ചെണ്ണം കൂടി പറഞ്ഞുതരാം. സോ ഇതിനകത്ത് വരുന്നത് ഈ MA4. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. MA4 എന്ന് പറയുന്ന സമയത്ത് എന്താ വരുന്നത്, ഒരു എക്സാമ്പിൾ ആണ് PTCl4 2 മൈനസ്, PTCl4 2 മൈനസ്. ഓക്കെ, PTCl4 2 മൈനസ്. അപ്പൊ ഇങ്ങനെയുള്ള കേസ് നോക്കൂ, 4 ലിഗാൻഡും സെയിം ആ. 4 ലിഗാൻഡും സെയിം ആയി കഴിഞ്ഞാൽ അവിടെ ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുമോ? ഇല്ല. അപ്പൊ ജോമെട്രിക്കൽ ഐസോമർസം അവിടെ കാണിക്കുകയില്ല. ഏതേ കാണിക്കുള്ളൂ, ഒപ്റ്റിക്കൽ പിന്നെ ഒട്ടും കാണിക്കില്ല കേട്ടോ. ഒപ്റ്റിക്കൽ നോക്കൂ, ഇവിടെ ഒപ്റ്റിക്കലും ഇവിടെ ജോമെട്രിക്കലും ആണെന്നുണ്ടെങ്കിൽ
ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ ഇവിടെ എന്തായാലും കാണിക്കില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ ഇയാളും എന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കില്ല. ഇനി അതേസമയം MA3B എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ നോക്കൂ, PTCl3Br2-. ഇങ്ങനെയുള്ള കേസിലാവുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കാണിക്കുന്നില്ല, Cl 3 വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജോമെട്രിക്കൽ ഐസോമർസം അവിടെ കാണിക്കുന്നില്ല. ഇനി അതേസമയം MA2B2 ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഇത് നമ്മുടെ സിസ്പ്ലാറ്റിൻ പോലെയുള്ള ആൾക്കാർ അല്ലെ, അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ്. സിസ്പ്ലാറ്റിന്റെ എന്തായിരുന്നു, PTNH3/Cl2. അവരെന്ത് കാണിച്ചിരുന്നു, സിസ്ട്രാൻസ് കാണിച്ചിരുന്നു അതല്ലേ. അപ്പൊ സിസ്ട്രാൻസ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ആരും കാണിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി പിന്നെ ഉള്ളതാണ് MA2BC എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ PTCl2Bri2-. ഓക്കെ, ഇവരും എന്ത് കാണിക്കുന്നുണ്ട്, സിസ്ട്രാൻസ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ Cl 2 അല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് Br-ഉം I വേറെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സെയിം ആയിട്ടുള്ള 2 ലിഗാൻസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് സിസ് ആൻഡ് ട്രാൻസ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ ജോമെട്രിക്കൽ ഐസോമർസം അവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ ഇതില് കാണിക്കുന്നില്ല. ഇനി അതേസമയം അടുത്തത് നമ്മുടെ MABCD ആണെങ്കിലോ, നമ്മൾ പറഞ്ഞു ഓൾറെഡി കാണിക്കുന്നുണ്ട് എന്ത്, 3 ഐസോമേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ പിന്നെ കാണിക്കുന്നില്ല കേട്ടോ. അടുത്തതാണെങ്കിൽ ബൈഡന്റേറ്റിന്റെ കേസാണ് AA കേട്ടോ, AA ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് PTEN, എത്തിലീൻ ഡയമീനാണത്, 2+. ഓക്കെ, അപ്പൊ ഇവരെന്ന് പറയുന്നത് എത്തിലീൻ ഡയമീൻ ആയതുകൊണ്ട് തന്നെ ജോമെട്രിക്കൽ ഐസോമർസം അവിടെ കാണിക്കുന്നില്ല, അത് തന്നെ ആയതുകൊണ്ട് കേട്ടോ. രണ്ടും കാണിക്കുന്നില്ല. ഇനി അതേസമയം AB ആണെന്നുണ്ടെങ്കിൽ, AB എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതായത് പ്ലാറ്റിനം ഗ്ലൈസിനേറ്റ് ആണത്, ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കുന്നുണ്ട്, സിസ്ട്രാൻസ് അവിടെ കാണിക്കുന്നുണ്ട്, നോ ഒപ്റ്റിക്കൽ ഐസോമർസം. അപ്പൊ ഇത്രയാണ് സ്ക്വയർ പ്ലാനാറിന്റെ കേസിൽ പറയാനായിട്ട് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. എന്താ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം മിറർ ഇമേജിന്റെ കാര്യമാണ് കേട്ടോ. അതായത് മിറർ ഇമേജ് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിസത്തിലാണ് അവിടെ മിറർ ഇമേജ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഈ മിറർ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കണം കേട്ടോ. നമ്മള് ഹാൻഡ് എല്ലാം വെച്ചിട്ട് ചെയ്യില്ലേ, ഹാൻഡ് എന്ന് പറയുന്നത് കൈറലാണ്, കൈറൽ ഇമേജ് എന്ന് അറിയാലോ. ഈ കൈറൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുക, അങ്ങനെയും കൂടെ ആലോചിക്കുക. ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം അല്ലെ, എന്താ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തതിന് അതിനെന്ത് പറയും, ലീവോ എന്ന് പറയും. റൈറ്റിലേക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഡെക്സ്ട്രോ എന്ന് പറയും. അപ്പൊ അതുകൂടെ ഓർത്തു വെക്കുക. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ അല്ലെ. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. ആൻഡ് ദേ വിൽ റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ടു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. അതിനൊരു എക്സാമ്പിൾ ആണ്, നോക്കൂ, റുഥീനിയത്തിന്റെയാണ്. എത്തിലീൻ ഡയമീൻ ത്രൈസ് ആണ് കേട്ടത്, ത്രൈസ് 2+ എന്നുള്ളതാണ്. അപ്പൊ അതിന് മിറർ ഇമേജ് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ടും സെയിം അല്ലല്ലോ, വ്യത്യാസം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താ, ഒപ്റ്റിക്കൽ ഐസോമറിസം ഷോ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 4 കോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ കേസാ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് അല്ലെ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന് എന്ത് കാണിക്കില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ആളുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കോമ്പൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഐസോമർ ഇൻ 4 കോർഡിനേറ്റ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഹാവിംഗ് ഓൾ 4 ഡിഫറെന്റ് ലിഗാൻഡ്സ്. ഓക്കെ, എന്താ പറയുന്നത്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ് കേട്ടോ. സ്ക്വയർ പ്ലാനാർ കഴിഞ്ഞു, നമ്മൾ പറയുന്നത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അവരുടെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ കേസാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് കാണിക്കുന്ന ഐസോമറിസം ഏതാ, ഒപ്റ്റിക്കൽ ഐസോമറിസം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അതിന്റെ കേസാണ് നീ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് നോക്കൂ, 4 ഡിഫറെന്റ് ലിഗാൻഡ്സ് ആണെന്നുള്ള കേസാണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സ്ട്രക്ചർ ഇവിടെയുണ്ട്. AS അല്ലെ, അസ്റ്റാറ്റിൻ ആണ്. സോ അതിനകത്ത് വന്നിരിക്കുന്ന 4 ലിഗാൻഡും ഡിഫറെന്റ് ആണ് അല്ലെ. വന്നിരിക്കുന്ന 4 ലിഗാൻഡും അവിടെ എന്തായിരിക്കും, ഡിഫറെന്റ് ആണ്.
സോ ഇതിന്റെ മിറർ ഇമേജ് എടുക്കാൻ നേരത്ത് നമുക്ക് എന്താ ഒരു മിറർ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനൊരു ഡി ഫോമും ഉണ്ട്, അതിനൊരു എൽ ഫോമും ഉണ്ട്. ഓക്കെ, ഒരു ഡി ഫോമും ഉണ്ട്, അവർക്കൊരു എൽ ഫോമും ഉണ്ട്. ഓക്കെ, സോ അവര് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്നും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവരുടെ കേസിൽ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ളത് കേട്ടോ, അതുകൂടെ ശ്രദ്ധിക്കണം നമ്മള്. ബിക്കോസ് നമ്മൾ ഇച്ചിരി അപ്പോഴേ സ്ക്വയർ പ്ലാനാറിന്റെ കേസിൽ പറഞ്ഞ പോലെ ടെട്രാഹെഡ്രലിന്റെ കേസും കൂടെ ഞാൻ പറയുന്നുണ്ട്. MA4 എന്നുള്ള ഒരു കോമ്പൗണ്ട് ആണ് വിചാരിക്കൂ. അപ്പൊ അതിന് എക്സാമ്പിൾ NiCl4. ഓക്കെ, NiCl4 2- ഇങ്ങനെ ഒരു കേസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തില്ല, ലിഗാൻഡ് 4 സെയിം കൊണ്ട് തന്നെ അവിടെ എന്തില്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഒപ്റ്റിക്കൽ ആണ് ഇവർക്ക് ഉണ്ടാവേണ്ടത്, ജോമെട്രിക്കൽ അവർക്ക് എന്തുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് ഏതാ, ടെട്രാഹെഡ്രൽ ആയതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, Ma3B ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് NiCl3Br 2-. സോ ഇവിടെയും എന്ത് വരുന്നില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് Ma2BC എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് NiCl2Br(I2-). ഓക്കെ, ഇയാൾക്കും എന്ത് വരുന്നില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഇനി പറയുന്ന ഇയാള് MABCD. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് NiClBrIF. ഓക്കെ, ഇയാള് ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് കോഴ്സ് കാണിക്കുന്നില്ല, പക്ഷെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന് ഒരു L ആൻഡ് D ഫോം അവിടെ കാണിക്കുന്നുണ്ട്, ഡെക്സ്ട്രോ ആൻഡ് ലീവോ ഫോം കാണിക്കുന്നുണ്ട്. സോ ഇതേപോലെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ അവിടെ ആ പിക്ചർ കണ്ടത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്, ഇതൊരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ ആണ്. മനസ്സിലാക്കി വെക്കുക. 4 ഡിഗാൻഡ് വരുന്ന സമയത്താണ് അവരൊരു കൈറൽ മോളിക്യൂളായി മാറുന്നത്. ദർഫോർ അവർ എന്ത് കാണിക്കുന്നുണ്ട്, D ആൻഡ് L ഫോം കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ടെട്രാഹെഡ്രൽ പറഞ്ഞു, അതുപോലെ തന്നെ സ്ക്വയർ പ്ലാനറിന്റെ കേസും പറഞ്ഞു കേട്ടോ. രണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒക്ടാഹെഡ്രൽ കേസ്. ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കോർഡിനേറ്റ് കോംപ്ലക്സ് ആണ്, നമുക്കറിയാം അല്ലെ. അതായത് മോസ്റ്റ് കോമൺ സ്ട്രക്ചർ നമുക്ക് കോംപ്ലക്സുകളിൽ കാണുന്നത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും കാണുന്നത്. ഇനി ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്കവാറും എന്ത് തന്നെയായിരിക്കും, സിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, ഒക്ടാഹെഡ്രൽ മാത്രമല്ല, സ്ക്വയർ, ബൈ, പിരമിഡൽ, ഹെക്സഗൺ, ട്രയാഗണൽ, പ്രിസം എന്നുള്ള രീതിയിലെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ജോമെട്രി ഉണ്ടെങ്കിലും ഏറ്റവും സിമെട്രിക്കൽ ആയിട്ടുള്ള ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ജോമെട്രി തന്നെയാണ്. ഓക്കെ, ഇനി ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ എന്താണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബേസ് ഉണ്ടാവും അല്ലെ, നമ്മൾ ആദ്യം വരച്ചുല്ലോ, അതുപോലെ സ്ക്വയർ ബേസ് ഉണ്ടാവും. അതുപോലെ 2 പ്ലെയിൻ ഉണ്ടാവും, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ബോണ്ടും കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ഫോം ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്, ജോമെട്രിക്കലും ഫോം ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. It is a geometry of perfect symmetry with each bond angle of 90. ഓക്കെ, ബോണ്ട് ആംഗിൾ അവിടെ എന്തായിരിക്കും, 90 ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഡ്യൂ ടു അൺസിമെട്രിക്കൽ ലിഗാൻഡ് ഇറ്റ് മേ സഫർ 2 ഫോംസ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. അതായത് ലിഗാൻഡ് അൺസിമെട്രിക്കൽ ആയിട്ടല്ലേ കിടക്കുന്നത്, നമുക്കത് അറിയാമല്ലോ. ലിഗാൻസ് ഉണ്ട്, പിന്നെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള 2 ലിഗാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലിഗാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതൊക്കെയാ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്, ഒന്ന് ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ അല്ലെ, എലോങ്ങേറ്റഡ് കംപ്രഷൻ കാരണം ടെട്രാഗണൽ ഡിസ്റ്റോർഷനും, രണ്ടാമതെന്ന് പറയുന്നത് ട്രയാഗണൽ ആന്റിപ്രിസം. ഓക്കെ, അങ്ങനെ 2 രീതിയിലുള്ള ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇൻ കോംപ്ലക്സസ് വിത്ത് കോർഡിനേഷൻ നമ്പർ 6. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, 6 കോർഡിനേഷൻ നമ്പറിന്റെ കേസിലുള്ള ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. അപ്പൊ അതിൽ ആദ്യത്തെയാണ് MAA3 ടൈപ്പ്, അതായത് MA3 ടൈപ്പ് കേട്ടോ. അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ്, ബൈഡന്റേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന് എക്സാമ്പിൾ ആണ് നോക്കൂ, COEN3Cl3 എന്ന് പറയുന്നത്. അതുപോലെ CR ഓക്സലേറ്റ് ആണ് OX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. OX അത് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എത്തിലീൻ ഡയമീൻ അതായത് EN എന്ന് പറയുന്നതും OX എന്ന് പറയുന്ന ഓക്സലേറ്റ് അയോൺ എന്ന് പറയുന്നത് ബൈഡന്റേറ്റ് ലിഗാൻഡുകളാണ്. അവരുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ നോക്കൂ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട് അവിടെ അല്ലെ. രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, രണ്ടും സെയിം അല്ല. ഒപ്റ്റിക്കൽ ഐസോമർ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നോക്കൂ, MAA2B2 അല്ലെ. അങ്ങനെയുള്ള കേസുകളിലാവുമ്പോൾ
ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലൈനാണ്. അതായത് അവരുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഓക്കെ, അവരുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. പക്ഷെ സിസ്ഫോം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അസിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡി ആൻഡ് എൽ ഫോംസ് കാണുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല, പക്ഷേ സിക്സ് ഫോം എന്ന് പറയുന്നത് അവർക്ക് എന്ത് കാണിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിന് എക്സാമ്പിൾ നോക്കൂ. അതിന്റെ സിസ് ഫോം ആണ് രണ്ടിന്റെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ട്രാൻസ്ഫോം എന്ത് കാണിക്കുന്നില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഡി എൽ ഫോം കാണിക്കുന്നത് സിസ് ഫോം മാത്രമാണ്. സോ 2 എക്സാമ്പിൾ ആണ്. ഓക്കെ, റോഡിയത്തിന്റെയും കൊബാൾട്ടിന്റെയും 2 കോംപ്ലക്സുകൾ. നെക്സ്റ്റ് MAA-B2C2 അങ്ങനെയുള്ള കോമ്പൗണ്ടുകളുടെ കേസാണ് പറയുന്നത്. അവർക്ക് നമുക്ക് കണ്ടെയ്നിങ് ഓൺലി വൺ സിമെട്രിക് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഓൾസോ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡി ആൻഡ് എൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ പറയൂ, ഏതാ വരിക? EDTA എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്, എത്തിലീൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഹെക്സാഡെൻഡേറ്റ് ആണ്. ഇവരും എന്ത് ഷോ ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഷോ ചെയ്യുന്നുണ്ട്. ദെർഫോർ അവിടെ ഡി ഫോമും എൽ ഫോമും ഉണ്ട്. ഇനി അടുത്തത് നോക്കൂ, കോംപ്ലക്സസ് കണ്ടെയ്നിങ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. അതായത് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി 1 ഉള്ള ആൾക്കാർ. ഓക്കെ, ഇവരും എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. സോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒക്ടാഹെഡ്രലിന്റെ കേസ് കൂടെ ഒന്ന് പറയട്ടെ. നമ്മൾ ഇത്ര നേരം ടെട്രാഹെഡ്രലിന്റെ അതുപോലെ സ്ക്വയർ പ്ലനാറിന്റെ നമ്മൾ എന്തോ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞില്ലേ, അതുപോലെ ഒക്ടാഹെഡ്രലിന്റെ കൂടെ ഞാനൊന്ന് പറയുകയാണ്. MA6, അതായത് ലിഗാൻഡ് 6 വരുന്ന കേസുകളിലാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് CONH3 6 ടൈംസ് 3+ കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തില്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. അതേസമയം ഒപ്റ്റിക്കൽ ഐസോമറിസവും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഒക്ടാഹെഡ്രലിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ രണ്ടും വേണമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അടുത്തത് MA5B അങ്ങനെയുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ CONH3 5 ടൈംസ് Cl 2+. Cl ആട്ടോ അത്. ഇയാൾക്കും എന്തില്ല, ജോമെട്രിക്കലും ഇല്ല, ഒപ്റ്റിക്കലും ഇല്ല. അടുത്തൊരു എക്സാമ്പിൾ MA4B2 എന്ന് പറയുന്ന കോമ്പൗണ്ടാ. അതിൽ നോക്കൂ, CONH3 4 ടൈംസ് Cl2. ഇങ്ങനെയുള്ള കേസുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ജോമെട്രിക്കൽ ഐസോമറിസം അവിടെ പോസിബിൾ ആണ്. ഓർത്ത് വെക്കുക, 2 ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അപ്പൊ 2 എണ്ണം ഇവിടെ പോസിബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ വരച്ചു തരാം. അതായത് നോക്കൂ, ഇപ്പൊ എങ്ങനെ വരിക, CO ഇവിടെ എല്ലാം NH വരും കേട്ടോ. NH, പിന്നെ ഇവിടെ Cl, ഇവിടെ Cl. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഇവർക്ക് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെയും താഴെ ഒരേപോലെ ഉണ്ട് അല്ലെ. അപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം അവിടെ ഇല്ല. പ്ലെയിൻ ഓഫ് സിമെട്രി വന്നു കഴിഞ്ഞാൽ അവിടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നല്ലേ അർത്ഥം കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതേസമയം ഇതിന്റെ ട്രാൻസ് എടുക്കുന്ന നേരത്ത് ട്രാൻസ് ആണ് എടുത്തത്, ഇനി സിസ് ആണ് എടുക്കുന്നത് കേട്ടോ. സിസ് എടുത്തു കഴിഞ്ഞാൽ NH3 Cl. ഓക്കെ, ഇത് സിസ് ആണ് അല്ലെ, കാണുമ്പോൾ അറിയാലോ, ഇത് സിസ് ആണ് വരുന്നത്. സിസ് എടുക്കാൻ നേരത്തെ നമുക്ക് അവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ, ഇല്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെയും താഴെയും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇവിടെ 2 ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് MA3B3 ആണ്. MA3B3 അത് ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊന്ന് വലുതാക്കി വരയ്ക്കാം. MA3B3 കേട്ടോ. ഇതിന്റെ കേസിൽ എക്സാമ്പിൾ വരുന്നത് CONH3 Cl3 ഇതാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന രണ്ട് കേസ് നമുക്ക് ഒന്ന് വരയ്ക്കാൻ ഞാൻ. H2O കേസ് H2 Cl3 അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, NH3 ഇതല്ല കേട്ടോ, എക്സാമ്പിൾ ഇതല്ല. വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളുടെ കേസാണ്. H2O. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏതാ? സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് പെട്ടെന്ന് സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ വരുന്നതാണ് ഫാക്മർ എന്ന് പറയാം നമ്മൾ അതിന് കേട്ടോ. ഫാക്മർ എന്ന് പറയും. നമ്മൾ സിസ് ട്രാൻസ് പറയുന്നതിന് പകരം ഇതിനെ പറയുന്ന പേരാണ് ഫാക്മർ എന്ന് പറയുന്നത്. അത് ഫാക്ക് എന്ന് പറഞ്ഞ ഫേഷ്യൽ, അതിന്റെ ഷോർട്ട് ഫോം ആണ്. അതുപോലെ തന്നെ മെർ എന്ന് പറഞ്ഞാൽ മെറീഡിയൽ, അതിന്റെ ഷോർട്ട് ഫോം ആണ് മെർ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് അതിന് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോക്കൂ, അതായത് പേരുടെ ഫോം എന്ന് മനസ്സിലായല്ലോ. MA4B2 അങ്ങനെയുള്ള ഫോമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കേസിൽ നോക്കൂ, ഈ H2O കേസ് നോക്കൂ, ഇവിടെ രണ്ടുപേരുടെ വരുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവര് രണ്ടുപേരാണെങ്കിലും അവിടെ എന്ത് തന്നെയാണ് വരിക? 90 ഡിഗ്രിയാണ്. അപ്പൊ എന്താ അങ്ങനെ വരുന്നത് വിചാരിച്ചു കഴിഞ്ഞാല്, ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ മേലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരാൾ നിൽക്കുകയാണ്. അപ്പൊ അതെന്തായാലും എന്തായിരിക്കും? 90 ഡിഗ്രി തന്നെയല്ലേ വരിക, അല്ലേ? ആൻഡ് ഓക്കെ, അതേസമയം ഇവിടുത്തെ കേസ് എങ്ങനെയാണ്? അങ്ങനെയല്ല, അല്ലെ? ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ ഇതും തമ്മിലുള്ളത് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവര് രണ്ടുപേരും 90 ആണ്, ഇവരെന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നോക്കൂ, ഇത് 90 ആയിരിക്കും, ഇവര് 90 ആയിരിക്കും, അല്ലെ? ഇവിടെയുള്ള മൂന്ന് പേരും എന്ത് തന്നെയാണ്? 90 തന്നെയാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പ്ലെയിൻ പോലെ ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഒരു പ്ലെയിൻ പോലെ ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ NH3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, പ്ലെയിൻ പോലെ. ഓക്കെ, സോ അവിടെ എന്താണ്? ഒരു ഫേസ് അവിടെ ഫോർമേഷൻ ഉണ്ടാവണം. സോ ഇതിനെ ഫാക്ക് ഐസോമറിസം എന്ന് പറയും. ഓക്കെ, ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇവിടെ ഇല്ല. ഇനി ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒരു പ്ലെയിൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെ? കാരണം നമുക്ക് ഇവിടെ എന്ത് കാണാനായിട്ട് പറ്റും? അതായത് കറക്റ്റ് ഇതുപോലെ ഒരു ഫാക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് മെറാണ്, മെറിഡിനിയൽ എന്ന് പറയും കേട്ടോ. അപ്പൊ ഫാക്ക് മെർ ഐസോമറിസം ആണ് ഇത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാൻ ടെല്ലർ ഡിസ്റ്റോഷനെ കുറിച്ചാണ്. ഓക്കെ, ജാൻ ടെല്ലർ ഡിസ്റ്റോഷൻ. ഓക്കെ, അപ്പൊ ജാൻ ടെല്ലർ ഡിസ്റ്റോഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ രണ്ട് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എടുക്കുകയാണ്. ഒന്ന് SF6 ആണ്. ഓക്കെ, SF6 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെയല്ല SF6 വരയ്ക്കുക. ഇതിലെല്ലാം F കേട്ടോ, ഞാൻ അത് എഴുതുന്നില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, എഴുതി ഞാൻ. ഓക്കെ, അപ്പൊ SF6 എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് വരിക. ഇനി വേറൊരു കോമ്പൗണ്ട് ഞാൻ എടുക്കുകയാണ്, CuH2O6 ടൈംസ്. ഇതും എന്ത് തന്നെയാണ്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് തന്നെയാണ് കേട്ടോ, 2+ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുന്ന നേരത്ത് ഇതിങ്ങനെയായിരിക്കും. H2O 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 H2O. ഓക്കെ, ഇനി ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ SF6 കേസിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദെർഫോർ ആ മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സിമെട്രിക് എന്നാണെന്ന് പറയാം, സിമെട്രിക് ആണ്. ബട്ട് അതേസമയം ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, CuH2O6 ടൈംസിന്റെ കോംപ്ലക്സ്, അതിന്റെ കേസിൽ ഇവരുടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവരുടെ ബോണ്ട് ലെങ്ത്, ഈ ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് 4 കോപ്പർ H2Oക്ക് ഒരേ ബോണ്ട് ലെങ്ത്തും ഈ പറയുന്ന 2 പേർക്ക് വേറെ ബോണ്ട് ലെങ്ത്തും ആയിരിക്കും. ദെർഫോർ അത് എന്തായിരിക്കും? അൺസിമെട്രിക്കൽ ആയിരിക്കും.
ഓക്കെ, അൺസിമെട്രിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല. പകരം നമുക്കതിന് എന്താ പറയാ, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് പറയാം. അപ്പൊ ഇതിന്റെ റീസൺ ആണ് എന്ത്, ജാൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. കോപ്പറിന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കൂ. കോപ്പറിന് നമുക്കറിയാം എന്താ വരിക, 3d10 4s1 ഇതാണല്ലോ നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി Cu2+ ആയതുകൊണ്ട് നമുക്കത് എന്തായി മാറും, 3d9 ആയിട്ട് മാറും. അത് നമുക്ക് അറിയുന്ന കേസാണ്. സോ നമ്മൾ ഇതിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി എല്ലാം പഠിച്ചതാണ്. സോ അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. T2G എങ്ങനെയാ വരിക, 6, അതുപോലെ തന്നെ EG3 ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ EGക്കകത്ത് വരുന്ന രണ്ട് ആൾക്കാരാണ് dx² - y², അതുപോലെ തന്നെ dz² എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ട് ചാൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഈ T2G6 EG3ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാൻസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ T2Gയിൽ ഓൾറെഡി 6 ആണ്. EGയുടെ കേസിൽ ഇങ്ങനെ വരാം, dx² - y², അതിൽ 2 ഇലക്ട്രോൺസും, അതുപോലെ തന്നെ dz² എത്ര, 1 ഇലക്ട്രോൺസും. അതേപോലെ തിരിച്ചും വരാം, T2G6ഉം അതുപോലെ തന്നെ dx² - y² 1 ഇലക്ട്രോണും, അതുപോലെ dz² 2 ഇലക്ട്രോണും. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ചാൻസ് ആണ്, രണ്ട് പോസിബിലിറ്റിയാണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. T2G EG3യുടെ കേസിൽ ഇങ്ങനെ, എന്ത്, T2G6ഉം അതുപോലെ തന്നെ dz² 2 ഇലക്ട്രോൺസും, dx² - y² 1 ഇലക്ട്രോണും. ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരയ്ക്കുന്ന നേരത്തെ ഇങ്ങനെയാണ് വരിക. അത് ഓക്കെ, ഇങ്ങനെയാണ് വരിക അതിനകത്ത്. ഓക്കെ, സോ ഇതിനകത്ത് എന്താ, ഇതെന്ന് പറയുന്നത് y ആണ്, ഇതെന്ന് പറയുന്നത് y ആക്സിസ് ആണ്, ഇതെന്ന് പറയുന്നത് z ആക്സിസ് x ആക്സിസ് ആണ്, ഇത് എന്താ z ആക്സിസ് ആണ്. ഓക്കെ, സോ ഇതിനകത്ത് dx² - y² എന്ന് പറയുന്നത് ഇതാണ്, dx² - y². ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് dz² ആണ്, ഇതാണ് dz² എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്തുണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. അല്ലെ, ഇതിനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്, മെറ്റലിന് പോസിറ്റീവ് ചാർജാണ് വരുന്നത്, ലിഗാൻഡിന് നെഗറ്റീവ് ചാർജാണ് വരുന്നത്, ഡി ഓർബിറ്റൽസിന് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ, ലിഗാൻസിന് നെഗറ്റീവ് ചാർജ്, അതുപോലെ ഡി ഓർബിറ്റൽസിന് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. സോ ഈ അറ്റത്തെല്ലാം ആര് കിടപ്പുണ്ട്, നമ്മുടെ ലിഗാൻസ് ഉണ്ട്. ഇവിടെ ലിഗാൻ ഉണ്ട്, ഇവിടെ ലിഗാൻഡ്, ഇവിടെ ലിഗാൻഡ്, ഈ എല്ലാ അറ്റത്തും ഓരോ ലിഗാൻഡ് കിടപ്പുണ്ട്. അപ്പൊ ഈ ലിഗാൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അട്രാക്ഷൻ വരുന്നത് കാരണം ലിഗാൻഡ് ഈ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക്, ഇവിടെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം ഉള്ളത്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക്, മെറ്റലിന്റെ അടുത്തേക്ക് ലിഗാൻഡിന് വരാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടുത്തെ കേസ് നോക്കി, ഈ 2 ഇലക്ട്രോൺ ഉള്ള കേസിൽ, ഈ 2 ഇലക്ട്രോൺസ് ഉള്ള കേസുകളിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി ലിഗാൻഡ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ പിന്നെയും നെഗറ്റീവിലേക്ക് വരാൻ അവിടെ എന്ത് വരുന്നില്ല, ഒരു ടെൻഡൻസി വരുന്നില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നോന്ന് പറയാണ്, അതായത് അടുത്തേക്ക് വരണ്ട, കാരണം അത് ഭയങ്കര റിപ്പൾഷൻ വരുന്നത് കാരണം. അതേസമയം ഇവിടെ 1 ഇലക്ട്രോൺ ഉള്ള കേസുകളിൽ കേട്ടോ, ഇവിടെ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഈ 1 ഇലക്ട്രോൺ ഉള്ള കേസുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്യും, ലിഗാൻസ് അടുത്തോട്ട് വരും. ലിഗാൻസ് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, റിപ്പൾഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. റിപ്പൾഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, അവർ സ്പ്ലിറ്റ് ചെയ്ത് പെട്ടെന്ന് T2G EG ഒക്കെ ആയിട്ട് അവിടെ മാറും. ഓക്കെ, അപ്പൊ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, എനർജി അവിടെ ഇൻക്രീസ് ചെയ്യും കേട്ടോ. കം ക്ലോസർ, ലിഗാൻസ് കം ക്ലോസർ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, റിപ്പൾഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനർജിയും അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് നഷ്ടമാവും, ഡീജനറസി നഷ്ടമാവും. ഡീജനറസി എന്ന് പറഞ്ഞാൽ സെയിം എനർജി അല്ലേ, ഇവിടെ സെയിം എനർജി അല്ല, പകരം അവർ എന്തായി മാറുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നുണ്ട്. കണ്ടു, അതായത് ഇങ്ങനെ രണ്ടെണ്ണം നിൽക്കുന്നിടത്ത് അവർ എന്തായി മാറി, സ്പ്ലിറ്റ് ആയിട്ട് അവിടെ മാറി. അതായത് ഒന്ന് dx², എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നത്, ഒന്ന് dx² - y² ആയിട്ടും, രണ്ടാമത് ഒന്ന്
ഡി സെറ്റ് സ്ക്വയർ ആയിട്ടും അവിടെ സ്പ്ലിറ്റ് ആവുകയാണ്. ദർഫോർ അവിടുത്തെ ഡീജനറസി എന്ന് പറയുന്നത് ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൺഫിഗറേഷന്റെ കേസിൽ. ഇനി രണ്ടാമത്തെ കോൺഫിഗറേഷന്റെ കേസാ പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: T2G6, അതുപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതിൽ 1 ഇലക്ട്രോണും ഡി സെറ്റ് സ്ക്വയറിൽ 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. സോ നമ്മുടെ ഡി ഓർബിറ്റൽസിന്റെ പിക്ചർ എങ്ങനെയാ വരിക? ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരിക്കും? 2 ഇലക്ട്രോൺ ആർക്കാണ്? ഇവിടെയാണ് 2 ഇലക്ട്രോൺ വരുന്നത്, ഇവിടെ 1 ഇലക്ട്രോൺ ആണ് വരുന്നത് അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഇവിടെയുള്ള ഈ 4 ലിഗാൻസ് ഉണ്ടല്ലോ, ആ 4 ലിഗാൻസ് അതുപോലെ തന്നെ നിൽക്കും. പകരം ആരാണ് ഷോർട്ടർ ആയി മാറുക? ഈ 1 ഇലക്ട്രോൺ ഉള്ളിടത്താണ് ഷോർട്ടർ ആയിട്ട് മാറുക. കാരണം അവര് തമ്മിലുള്ള റിപ്പൾഷൻ ആയിരിക്കും കൂടുതൽ. ദർഫോർ അവിടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് വരും. ഓക്കെ, സോ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? തിരിച്ച് അപ്പോഴേ സ്പ്ലിറ്റ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡി സെറ്റ് സ്ക്വയർ അതുപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിച്ചു? എന്താ? ഡീജനറസി ലോസ്റ്റ് ആയി, അതുപോലെ തന്നെ അൺസിമെട്രിക്കൽ ആയി മാറുകയും ചെയ്തു. ഓക്കെ, അതുപോലെ ഡി സെറ്റ് സ്ക്വയർ, ഇതാണല്ലോ ഡി സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, അതിന്റെ ലെങ്ത് എന്ത് ചെയ്തു? അവിടെ ഡിക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. സോ അതിനെ പറയുന്ന പേരാണ് സെഡ് ഇൻ കേസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ. സെഡ് ഇൻ കേസ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി അപ്പോഴേ പറഞ്ഞ കേസ് ആണെങ്കിൽ അത് സെഡ് ഔട്ട് കേസ് ആണ്. ഓക്കെ, അപ്പൊ സെഡ് ഇൻ കേസിലും ഔട്ട് കേസിലും ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ളത് സെഡ് ഔട്ട് കേസ് തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കൂ, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ, അതായത് ഇങ്ങനെ 2 ലിഗാൻഡ് മാത്രമാണ് നമ്മുടെ മെറ്റൽ ആറ്റം ആയിട്ട് അടുത്തേക്ക് വരാനുള്ള ചാൻസ് വരുന്നത്. അതേസമയം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കേസുകളിൽ 4 ലിഗാൻസ് മെറ്റലിന്റെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഔട്ട് കേസ്, അതായിരിക്കും കൂടുതൽ ഫേവറബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ജാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ബോണ്ട് ലെങ്ത്തിന്റെ ഡിഫറൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബോണ്ട് ലെങ്ത്തിന്റെ ഡിഫറൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ദെർഫോർ അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ നമ്മുടെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, ഡീജനറസി ലോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ 2 കേസ് കണ്ടോ, ഒന്ന് കംപ്രസ്ഡ് ആയതും ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തതും. ഓക്കെ, ഒന്ന് കംപ്രസ് ആയതും ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തതും കേട്ടോ. പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കണ്ടു. 2 കേസ്, ഒന്ന് ഡി സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, താഴെ ഡി സെഡ് സ്ക്വയർ വന്നു. ഇവിടുത്തെ കേസിൽ ഡി സെഡ് സ്ക്വയർ മേലെയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ താഴെയും വന്നു. അങ്ങനെ 2 കേസാണ് ഈ പറഞ്ഞത്. ഇനി വരുന്നത് ഈ ഒരു കേസാണ്. ഇതിൽ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞ കേസ് തന്നെയാണ്. അതായത് T2G6 അതുപോലെ തന്നെ EG1 എന്നുള്ള ഒരു ചാൻസ് വരികയാണെന്ന് വിചാരിക്കൂ. സോ അവിടെ എന്ത് വന്നു? ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ? ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതായത് EG-യിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പോസിബിലിറ്റി എന്താ വരുന്നത്? നോക്കൂ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഒരു ഇലക്ട്രോൺ വരാനും ഡി സെറ്റ് സ്ക്വയറിന് 0 ഇലക്ട്രോൺ വരാനും ചാൻസ് ഉണ്ട്. നേരെ തിരിച്ചും വരാമല്ലോ. എന്ത്? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് 0 ഇലക്ട്രോണും ഡി സെഡ് സ്ക്വയറിന് 1 ഇലക്ട്രോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിന് ഹൈ ഡിസ്റ്റോഷൻ ഉണ്ട്, അതായത് ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് D7 ആണ് കേട്ടോ. 6+1 7 അല്ല, അപ്പൊ D7 ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത്. ഇനി അതേസമയം EG2ന്റെ കേസിൽ കേട്ടോ, EG2ന്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവർ സിമെട്രിക് ആണ്, രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ അവിടെ ഇല്ല. ഓക്കെ, ഇനി EG3ന്റെ കേസിൽ, EG3 എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ അൺസിമെട്രിക്കൽ ആണ്, ഇവിടെ രണ്ടും ഒന്നെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? ഹൈ ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ അവിടെ വരാനായിട്ട് സാധിക്കും. അതേസമയം EG4 ആണെങ്കിലോ, 4 ആകുമ്പോഴും അവിടെ സിമെട്രിക് ആയി, 2 2 എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ ഇല്ല. അപ്പൊ ഇത് നോക്കുന്നത് D7, അതുപോലെ D8, D9, D10 അങ്ങനെയുള്ള കേസാണ്. ഇനി അതേസമയം നമുക്ക് D1 തൊട്ടുള്ള കേസും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ അത് നോക്കൂ, T2G4 അല്ലെ, അതുപോലെ EG0. ഈ കേസുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് T2G മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ? EG എന്ന് പറയുന്നത് അവിടെ എന്തില്ല? ഒട്ടുമില്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് വരിക. എന്താ? 4 വന്നു അല്ലെ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DXY, DYZ, അതുപോലെ തന്നെ DXZ, ഇതാണ് 3 ഇവിടെ ഉള്ളത്. സോ ഇതിനകത്ത് എന്തുണ്ട്? അൺസിമെട്രിക് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ? അൺസിമെട്രിക് ആയിട്ടല്ലേ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്റ്റോഷൻ ഉണ്ട്. എന്ത്? ഒരു സ്ലൈറ്റ് ഡിസ്റ്റോഷൻ മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്ലൈറ്റ് ഡിസ്റ്റോഷൻ, അതായത് ചെറിയ രീതിയിലുള്ള ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് നോക്കൂ, ഇനി അടുത്തത് നോക്കൂ, T2G4 EG1 ആണ്. EG1 എന്ന് പറയുമ്പോൾ എന്താ? ഒരെണ്ണേ വരുന്നുള്ളൂ ഇവിടെ, ഒരെണ്ണം അല്ലെ?
EG1 എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഒരെണ്ണാണ് അവിടെ ആകെ വരുന്നത്. സോ അതുകൊണ്ട് അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു സ്ലൈറ്റ് ഡിസ്റ്റോർഷൻ ഉണ്ട്, കാരണം അൺഈക്വൽ ആണ് അവിടെ കിടക്കുന്നത്. അതേസമയം EG2ന്റെ കേസ് വരുന്ന സമയത്ത് എങ്ങനെയാ, രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ, രണ്ടെണ്ണം വരുന്നുണ്ട്. സോ അതിനും സ്ലൈറ്റ് ഡിസ്റ്റോർഷൻ ഉണ്ട്. ഇനി EG3ന്റെ കേസ് നോക്കൂ, T2Gന്റെ കേസ് ആട്ടോ, T2Gന്റെ കേസാ പറയുന്നത്. അത് 3 വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇല്ല, ഡിസ്റ്റോഷൻ ഇല്ല. കാരണം അവിടെ എന്താ, സിമെട്രിക്കൽ ആയി മാറിയത് അല്ലെ, സിമെട്രിക്കൽ ആയിട്ട് മാറി. അതുകൊണ്ട് നോ ഡിസ്റ്റോഷൻ, അവിടെ ജാൻടെല ഡിസ്റ്റോഷൻ അവിടെ ഉണ്ടാവുമോ, ഇല്ല. ഇനി അതേസമയം T2G4ന്റെ കേസ് വന്നു കഴിഞ്ഞാൽ സ്ലൈഡ് ഡിസ്റ്റോഷൻ ഉണ്ട്. അപ്പൊ ഡിസ്റ്റോഷൻ ഇല്ലാത്തത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4ഉം അതുപോലെ തന്നെ 6ഉം ആണ് ആകെ ഡിസ്റ്റോഷൻ ഇല്ലാത്തത്. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മുടെ ഈ പിക്ചറിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പിക്ചറിനകത്ത് കൊടുത്തിരിക്കുന്ന നോക്കൂ, D3ക്ക് ഇല്ല, അതുപോലെ തന്നെ D4ന് ഇല്ല, അതുപോലെ D6ന് ഇല്ല. നമ്മളിപ്പോ പറഞ്ഞത് D6ന് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാർക്കാണ് എന്താ ജാൻടെല ഡിസ്റ്റോഷൻ ഇല്ലാത്തത്. നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സോ ഇതാണ് ജാൻടെല ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. D10നും ഇല്ല, D8നും ഇല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ജാൻടെല ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ രീതിയിൽ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതായത് അതിന്റെ ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഡീജനറസി റിമൂവ് ചെയ്ത് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ജാൻടെലാർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് നമുക്ക് അവിടെ എന്തുകൂടെ മാറി കിട്ടുന്നുണ്ട്, അതിന്റെ ഷേപ്പ് കൂടെ മാറി കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത്, സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ജാൻടെലാർ എഫക്ട്. സോ എല്ലാവരും പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.